ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മുടെ ഇത് ഈ രണ്ടാമത്തെ ചാനലാണ്. ഇതിൽ നമ്മൾ നോർമലി ഫിനാൻസും അങ്ങനത്തെ സംഭവം ഫിനാൻസാണ് മെയിൻലി ഇടാറ്. അപ്പോൾ നമ്മൾ ഇനി തൊട്ട് ഇതിൽ നമ്മൾ ടെക്കും ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മെയിൻ ചാനൽ ഗുഡ് അപ്പൻസർ ചാനൽ കാണാത്ത അറിയണ്ടായിരിക്കും, കാണുന്നവർക്ക് അറിയണ്ടായിരിക്കും. നമ്മളതിൽ ടെക്കും ഫിനാൻസാണ് ചെയ്യാറ് മെയിൻലി എന്ന് പറഞ്ഞാൽ 99%. അപ്പോൾ ഇതിൽ നമ്മൾ മെജോറിറ്റി 99% ഫിനാൻസ് മാത്രമേ ചെയ്യേണ്ടതാണ്. ഇനി നമ്മളിത് ടെക് ന്യൂസും അങ്ങനത്തെ പരിപാടികളൊക്കെ നമ്മളിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് എന്തായാലും ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. നമ്മളൊന്ന് പറയാൻ പോകുന്നത് റേബാൻ മെറ്റാ ക്ലാസ്സിനെ കുറിച്ചാണ്. അപ്പോൾ ഞാൻ റീസെൻ്റ്ലി ഒരു റേബാൻ മെറ്റാ ക്ലാസ് നമ്മുടെ Gen 2 വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇതിന് മുമ്പ് തന്നെ നിങ്ങളുടെ മെയിൻ ചാനൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ Gen 1 വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മളിപ്പോൾ കൊടുത്തു. പ്രൈസിങ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറയാം. മറ്റത് അത് Gen 1 ഇറങ്ങിയ സമയത്ത് നമുക്ക് ആക്ച്വലി ഓഫ്ലൈൻ സ്റ്റോറിനും റേബാൻ്റെ മെറ്റോ ഓൺലൈൻ സ്റ്റോറിൽ നിന്ന് മാത്രമേ വാങ്ങിക്കാൻ പറ്റുന്നുള്ളൂ. പക്ഷേ ഇപ്പം നമുക്ക് കുറച്ച് കാലം മുമ്പ് തന്നെ റേബാൻ ഫ്ലിപ്കാർട്ടിലും ആമസോണിലൊക്കെ വന്നിട്ടുണ്ട്. അവർ ഓതറൈസ് സെല്ലർ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് Gen 1 Gen 2 ഒക്കെ നമുക്ക് ഫ്ലിപ്കാർട്ടിനും ആമസോണിൽ കൂടെ വാങ്ങിക്കാം. ഇതും ഞാൻ അങ്ങനെ തന്നെ ഓൺലൈൻ വെബ്സൈറ്റിൽ കൂടെ വാങ്ങിച്ചാണ്. ഞാൻ ആമസോണിൽ നിന്ന് അത് വാങ്ങിച്ചത്. പക്ഷേ ഫ്ലിപ്കാർട്ടിൽ അവൈലബിൾ ആണ്. രണ്ടായാലും നിങ്ങൾക്ക് വാങ്ങിക്കാം. ഇഷ്യൂസും കാര്യമൊന്നുമില്ല. ഞാൻ വേണമെങ്കിൽ ടാഗ് ചെയ്യാം. നമുക്ക് യൂട്യൂബിലെ ടാഗ് ഓട്ടോമാറ്റിക്കലി വരിക ഫ്ലിപ്കാർട്ടിൻ്റെ ആണ്. അപ്പോൾ ഇത് നമ്മൾ Gen 2 ആണ്. Gen 2 വേഫറർ ട്രാൻസിഷൻ മോഡലാണ്. ലാർജ് സൈസാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ബോക്സും കാര്യങ്ങളൊക്കെയാണ് കണ്ടത്. നമ്മളിത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 1 വീക്കൊക്കെ കഴിഞ്ഞു കിട്ടാം. അപ്പോൾ നിങ്ങൾ Gen 1 എടുക്കണോ Gen 2 എടുക്കണോ എന്ന് കുറേ പേർക്ക് ഡൗട്ട് ഉണ്ടായിരിക്കും. അപ്പോൾ വലിയ ഡിഫറൻസും കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് ഞാൻ അതെടുത്ത് പറഞ്ഞുതരാം നിങ്ങൾക്ക് ഏത് വാങ്ങിക്കണം എന്ന് വെച്ചാൽ. നല്ല പ്രൈസ് ഡിഫറൻസ് ഉണ്ട്. ഓൾമോസ്റ്റ് ഒരു 13,000 രൂപയൊക്കെ നമുക്ക് ലാഭിക്കാൻ പറ്റും. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ട്രാൻസിഷൻ മോഡലിൽ Gen 1 പ്രൈസ് വരുന്നത് 35,700 ആണ്. മറ്റേ Gen 2 വരുന്നത് 45,700 ആണ്. അത് മാത്രമല്ല, നിങ്ങൾ ആമസോണിൽ ഫ്ലിപ്കാർട്ടിനൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ആമസോൺ ICICI കാർഡോ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ട് ആക്സിസ് ബാങ്ക് കാർഡൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഓൾമോസ്റ്റ് 5% നമുക്ക് ക്യാഷ് ബാക്കും കിട്ടും. അപ്പോൾ എനിക്ക് അങ്ങനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചാണ് നമ്മൾ വാങ്ങിച്ചത്. അപ്പോൾ അങ്ങനെ ഒരു ഗുണമുണ്ട്. അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഇതിൽ ഡിഫറൻസ് എന്താ വെച്ചാൽ നമുക്ക് മെയിൻ ഡിഫറൻസ് വരുന്നത് ബാറ്ററി ബാക്കപ്പ് മാത്രമേ ഉള്ളൂ. Gen 1 നമുക്ക് 4 മണിക്കൂറാണ് ബാറ്ററി ബാക്കപ്പ് അവർ പറയുന്നത്. Gen 2 8 മണിക്കൂറാണ് വരുന്നത്. പിന്നെ ക്യാമറ സെൻസറൊക്കെ സെയിം തന്നെയാണ്. 12 മെഗാ പിക്സൽ തന്നെയാണ്. അവർ ആക്ച്വലി റെസൊല്യൂഷൻ കൂട്ടി വെച്ചിട്ടുണ്ട്. അത്രേ ഉള്ളൂ. 3K വരെ സപ്പോർട്ട് ഉണ്ട്. Gen 1 നമുക്ക് 1080p ഉള്ളൂ. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ നിങ്ങൾ വലിയ ഡിഫറൻസും കാണുന്നില്ല. നമ്മൾ സൂം ഇതൊക്കെ നോക്കുകയാണെങ്കിൽ മാത്രം ചെറിയൊരു ഡിഫറൻസ് അറിയാമെന്നല്ലാണ്ട് വേറെ ഒരു ഡിഫറൻസും ഇല്ല കേട്ടോ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ബാറ്ററി ബാക്കപ്പ് നിങ്ങൾക്ക് മെയിൻ ഒരു സംഭവമാണ്. അതായത് ഫുൾ ടൈം നിങ്ങൾ വെച്ചുകൊണ്ട് നടക്കുന്ന ഒരാളാണെങ്കിൽ മാത്രം നിങ്ങൾ Gen 2 പോയാൽ മതി. അല്ലെങ്കിൽ Gen 1 ധാരാളമാണ്. ഇപ്പോൾ നിങ്ങൾക്ക് സുഖമായിട്ട് 35,700 രൂപയ്ക്ക് ട്രാൻസിഷൻ മോഡൽ വാങ്ങിക്കാം. നോർമൽ മോഡൽ 29,900 രൂപയ്ക്ക് നമുക്ക് ആമസോണിൽ ഫ്ലിപ്കാർട്ടിൽ നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളൊരു സ്മാർട്ട് ഗ്ലാസ് നോക്കുന്നുണ്ടെങ്കിൽ, അതായത് ശരിക്കുള്ള സ്മാർട്ട് ഗ്ലാസ്, നമ്മുടെ എന്താ പറയുക, ഇതിൽ ആമസോണിൽ തപ്പിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരെണ്ണം കിട്ടില്ല. കുറേ ഡൂക്ലി ഫയർ ബോൾട്ടും സംഭവമൊക്കെ ഇട്ട് അവരുടെ അവർ വാച്ച് ഇറക്കുന്നത് അങ്ങനെ തന്നെയാണ്. പേരിന് മാത്രം സ്മാർട്ട് വാച്ച് ഉള്ളൂ. അത് സ്മാർട്ട് വാച്ച് ഒന്നും അല്ല. ഡൂക്ലി സാധനം, ചൈന സാധനം, ലോക്കൽ ചൈന സാധനം അങ്ങനെ പറയണം, എന്നാലേ വരുള്ളൂ. അതല്ല ശരിക്കുള്ള സ്മാർട്ട് എന്താ പറയുക ഗ്ലാസ് വേണമെന്നുള്ളവർക്ക് Gen 1 വാങ്ങിക്കായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. എക്സെപ്റ്റ് നിങ്ങൾക്ക് ബാറ്ററി ബാക്കപ്പ് വലിയ കൺസേൺ ആണെങ്കിൽ മാത്രം Gen 2 പോയാൽ മതിട്ടാ. അല്ലാണ്ട് എല്ലാം സെയിം ആണ്. ഡിസൈൻ സെയിം ആണ്. ഒരു എക്സ്ട്രാ മൈക്കും കൂടി വന്നിട്ടുണ്ട് Gen 2. പക്ഷെ എന്നാലും ഈ Gen 1 ആയാലും കിടു ക്വാളിറ്റിയാണ്. നമുക്ക് മ്യൂസിക് കേൾക്കാനായിക്കോട്ടെ, കോളിംഗ് ഫീച്ചറൊക്കെ സൂപ്പറാണ്. അതായത് അതിലത്തെ മൈക്ക് ക്വാളിറ്റി ഒക്കെ സൂപ്പറാണ്. നമ്മളിത് ഒരു ക്യാമറ അല്ലെങ്കിൽ ഒരു കണ്ണാടക്കോടെയാണ് നമ്മൾ വർത്തമാനം പറയുന്നത് അറിയാനേ പറ്റില്ല. അത്രയ്ക്ക് നല്ല ക്വാളിറ്റി വരുന്നുണ്ട്. പിന്നെ ബിൽഡ് ക്വാളിറ്റി ഒരു ആവറേജ് അല്ലെങ്കിൽ ഒരു എബോ ആവറേജ് എന്ന് മാത്രമേ പറയുള്ളൂ. എന്ന് വെച്ചാൽ അത് പ്ലാസ്റ്റിക് ആണ്. എന്ന് വെച്ചാൽ നമുക്ക് ആ ബാൻഡിൻ്റെ ഉള്ളിൽ കുറേ സംഭവങ്ങളുണ്ടല്ലോ. അപ്പോൾ അത് ഭയങ്കര വലിയ ഹൈ ക്വാളിറ്റി സംഭവം ഒന്നും പറയാൻ പറ്റില്ല. പക്ഷേ നിങ്ങൾക്കത് ഉപയോഗിക്കുമ്പോൾ വലിയ മോശമായിട്ടുള്ള പ്രൈസ് കൊടുത്തിട്ട് അത്രയ്ക്ക് മോശമായിട്ടുള്ള സംഭവം ആയിട്ട് തോന്നുന്നില്ല. കുറേ പേര് പറയുന്നുണ്ട് അത് ഭയങ്കര ലോ ക്വാളിറ്റി എന്നൊക്കെ. പക്ഷെ ലോ ക്വാളിറ്റി ഒന്നും പറയാനില്ല. ഒരു എബോ ആവറേജ് ക്വാളിറ്റി എന്ന് പറയുള്ളൂ. ഞാൻ ഇത് സെപ്പറേറ്റ് ഈ കേസ് വേറെ വാങ്ങിച്ചാണെന്ന് വെച്ചാൽ നമുക്ക് ഈ സാധനം വാങ്ങിക്കുമ്പോൾ ഇതിൻ്റെ ഒരു ചാർജിങ് കേസ് വരും കണ്ടോ. ഇത് ആക്ച്വലി ഈ ഒരു കളർ മാത്രമേ അവൈലബിൾ ഉള്ളൂ. Gen 1 ആയാലും Gen 2 ആയാലും ആകെ ഈ ഒരു മോഡൽ മാത്രമേ നമുക്ക് ഇന്ത്യയിൽ അവൈലബിൾ ഉള്ളൂ. ഇത് പക്ഷേ പെട്ടെന്ന് ചളിയാവാനും ഇതൊരു ഒരു ആർട്ടിഫിഷ്യൽ ലെതർ പോലെ സാധനമാണ്. ഇത് കീറാനൊക്കെ ഭയങ്കര ചാൻസ് കൂടുതലാണ്. അപ്പോൾ അങ്ങനത്തെ ഉള്ളവർക്ക് നിങ്ങൾക്ക് ഇതുപോലെ സെപ്പറേറ്റ് ഞാൻ ഇതൊരു ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചാണ്. 700-600 രൂപ അങ്ങനത്തെ ഇത് കേസ് ഉള്ളത്. റേബാൻ മെറ്റയുടെ തന്നെ ഒരു കേസ് ആണ് സംഭവം. അപ്പോൾ എൻ്റെ വേഫറർ തന്നെയാണ്. ട്രാൻസിഷൻ മോഡലാണ്. അപ്പോൾ ട്രാൻസിഷൻ മോഡലാകുമ്പോൾ ഗുണമെന്ന് വെച്ചാൽ നമുക്കിത് കമ്പ്യൂട്ടർ ഗ്ലാസ് ആയിട്ട് അങ്ങനെ സംഭവമായിട്ട് ഉപയോഗിക്കാം. അതുപോലെ തന്നെ നമുക്ക് സൺ ഗ്ലാസ് ആയിട്ട് ഉപയോഗിക്കാം. അത് വെളുത്ത് പോയി കഴിഞ്ഞാൽ സാധനം ഗ്രീൻ ആയിക്കോട്ടെ. ഗ്രീൻ കളർ ഗ്ലാസ് ആണ്. നമുക്കിതിൽ ബ്ലൂ കളർ ഗ്ലാസും വരുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു കുഴപ്പം എന്താ വെച്ചാൽ ഇതിൻ്റെ ഫ്രെയിം ഭയങ്കര ഷൈനി ഫ്രെയിമാണ്. ഇത് മാറ്റ് ഫിനിഷ് ഫ്രെയിമാണ്. ഷൈനി ഫ്രെയിം ആകുമ്പോൾ സ്ക്രാച്ചസ് പെട്ടെന്ന് വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. പിന്നെ നിങ്ങൾക്ക് ആക്ച്വലി ഇതും ഒരു ലൈറ്റ് ഉണ്ടെന്ന് അറിയണ്ടായിരിക്കും. ഞാൻ പക്ഷേ ആക്ച്വലി ഇപ്പോൾ ലൈറ്റ് അത് മറച്ചിട്ടുണ്ട് കണ്ടോ. സ്റ്റിക്കർ ഇപ്പോൾ കിട്ടും. നമുക്ക് ഈ സ്റ്റിക്കർ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ലൈറ്റ് വേണമെങ്കിൽ ഇല്ലാണ്ട് നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റും. അതെങ്ങനെ സംഭവം എന്ന് വെച്ചാൽ മൂടി വയ്ക്കില്ല. ഇതിങ്ങനെ ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റിക്കറാണ് കണ്ടു. ഇത് നമുക്കിത് ഓണാക്കി കഴിഞ്ഞിട്ട് ഇത് വേണമെങ്കിൽ അടച്ചു വയ്ക്കാം. പിന്നെ കാണില്ല. ഓണാക്കുമ്പോൾ ഇത്
കവർ ചെയ്യാൻ പാടില്ല, അങ്ങനെ വർക്ക് ചെയ്യില്ല. അപ്പോൾ അതിൻ്റെ ഒരു ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചു തന്നെയാണ്. ആമസോണിൽ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങിച്ചാണ്. ഫ്ലിപ്കാർട്ടിൽ നിന്നുണ്ട് അല്ല അതോടെ ഫ്ലിപ്കാർട്ടോ ആമസോണാണെന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അതൊക്കെ ആരെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ വേണമെങ്കിൽ ചോദിക്കുകയാണെങ്കിൽ ലിങ്ക് തരാം. അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ പർപ്പസ് ഒരു നോർമൽ സ്മാർട്ട് ഗ്ലാസ് പ്ലസ് സൺഗ്ലാസ് എന്നുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് Gen 1 പോയാലും മതിയിട്ട്, ഒരു ഇഷ്യൂസും കാര്യങ്ങളൊന്നുമില്ല. അതുപോലെ തന്നെ റൈബാൻ മെറ്റ സൂപ്പറാണ്, ഇവരുടെ ആപ്പും ഒക്കെ സൂപ്പറാണ്. റെക്കോർഡിംഗ് ആയാലും ഞാൻ വേണമെങ്കിൽ സാമ്പിൾസ് നമ്മൾ ഓൾറെഡി ഇൻസ്റ്റാഗ്രാമിലൊക്കെ സാമ്പിൾ ഇട്ടിട്ടുണ്ടായിരുന്നു. നല്ല ക്വാളിറ്റി സാമ്പിൾ തന്നെയാണ് കിട്ടുന്നത്. എസ്പെഷ്യലി നിങ്ങൾ പുറത്താണെങ്കിൽ ഒന്നും പറയണ്ട, നല്ല ക്വാളിറ്റി തന്നെ കിട്ടുന്നുണ്ട്. 3 മിനിറ്റ് വരെ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റും. ആകെ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ അത് ആകെ ഈ വെർട്ടിക്കൽ ഫോർമാറ്റിൽ ഇൻസ്റ്റാഗ്രാം ഫോർമാറ്റിൽ മാത്രമേ പറ്റുള്ളൂ. എന്താ വെച്ചാൽ ഇൻസ്റ്റാഗ്രാമിൻ്റെയും വാട്സപ്പും ആണല്ലോ മെറ്റ. അപ്പോൾ അവർ യൂട്യൂബിൻ്റെ ഫോർമാറ്റിൽ എന്തായാലും ഇനി വരാനൊന്നും പോകണില്ല. അത് വേറെ കാര്യം. ചിലപ്പോൾ ഇനി ടൈം ഫ്രെയിം കൂട്ടാനുള്ള ചാൻസ് ഉണ്ട്. അത് 5 മിനിറ്റിലേക്കൊക്കെ ആക്കാനുള്ള ചാൻസ് ഉണ്ട്. ആദ്യം ഇത് 60 മിനിറ്റ് ആയിരുന്നു, പിന്നെ അത് 3 മിനിറ്റിലേക്കും കൂട്ടിയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അത് 5 മിനിറ്റ് ആക്കാനുള്ള ചാൻസും ഉണ്ട്. അപ്പോൾ പറയുകയാണെങ്കിൽ Gen 1 വാങ്ങിച്ചാലും മതിയിട്ട് നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ഒരു 10,000 രൂപ ലാഭിക്കാണ് അവിടെ. ഞാൻ എന്തായാലും ടാഗും ചെയ്യാം. അതുപോലെ തന്നെ ലിങ്ക് ആമസോണിൽ വേണമെങ്കിൽ ഞാൻ ലിങ്ക് വേണമെങ്കിൽ കൊടുക്കാട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഇതിനെക്കുറിച്ച് ഒന്ന് പറയാൻ വന്നാൽ കുറേ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു. അത് നമ്മൾ ഓൾറെഡി ഇതിൻ്റെ വീഡിയോ അൺബോക്സിംഗ് വീഡിയോ ഒക്കെ നമ്മുടെ മെയിൻ ചാനലിൽ ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ കുറേ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു Gen 1 വാങ്ങിക്കണോ Gen 2 വാങ്ങിക്കണോ എന്ന് വെച്ചാൽ കുറേ പേർക്ക് സംശയമുണ്ട്. പിന്നെ ഇത് ആക്ഷൻ ക്യാമറയ്ക്ക് പകരം വാങ്ങിക്കാൻ പറ്റുമെന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. ആക്ഷൻ ക്യാമറയ്ക്ക് പകരം ഒന്നും പറ്റില്ല കേട്ടോ. ഇപ്പോൾ ആക്ഷൻ ക്യാമറയുടെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇത് DJIൻ്റെ ഓസ്മോ നാനോ പുതിയതാക്കിയ DJIൻ്റെ സാധനമാണ്. പക്ഷേ ഇതിനൊന്നുമായിട്ട് കമ്പയർ ചെയ്യാനൊന്നും പറ്റില്ല. വീഡിയോ ക്വാളിറ്റി ഒക്കെ കുഴപ്പമില്ലാത്ത ക്വാളിറ്റിക്ക് ഉണ്ട്. പക്ഷേ ഒരെണ്ണം അത് നമ്മുടെ ഹൊറിസോണ്ടൽ ഫുൾ വ്യൂ 16:9 റേഷ്യോയിൽ കിട്ടും. അത് മാത്രമല്ല അത് റഫ് ആൻഡ് ടഫ് ആണ്. അതുപോലെ തന്നെ അതിൽ ടൈം ലിമിറ്റും കാര്യമൊന്നുമില്ല. 4K സപ്പോർട്ട് ഉണ്ട്. സെൻസറിനായിട്ടും വലിയ സെൻസറാണ്. അതൊക്കെ വ്യത്യാസങ്ങളുണ്ട്. ഇത് കണ്ണടക്കി വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി, നല്ല ക്വാളിറ്റി തന്നെ ഉണ്ട്. കുഴപ്പങ്ങളൊന്നുമില്ല കേട്ടോ. ആകെ ടൈം ലിമിറ്റും ആണ് പ്രശ്നം മെയിനായിട്ട്. പിന്നെ അത് വെർട്ടിക്കൽ മോഡാന്നുള്ളൊരു കുഴപ്പം മാത്രമേ ഉള്ളൂ എനിക്ക് തോന്നിയിട്ടുള്ളൂ. അല്ലാണ്ട് വീഡിയോ ക്വാളിറ്റിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. അതുപോലെ തന്നെ ഫോട്ടോ എടുക്കാനൊക്കെ പറ്റും. ഫോട്ടോ വലിയ മോശമൊന്നുമില്ല. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡ് അപ്പ് ചെയ്താലോ. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളൊക്കെ കമൻറ്റ് ചെയ്താൽ മതി. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. നമ്മുടെ മെയിൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. ഡിസ്ക്രിപ്ഷനൊക്കെ കൊടുത്താൽ മതി. അടുത്ത